ഹായ് എല്ലാവർക്കും ഒരുതരുടെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കിഡിലും വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത്, ഇന്ന് നമ്മളൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഈ ഒരു ഫോട്ടോ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. കാരണം ഈ ഒരു ഇടയ്ക്ക് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതേപോലെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ അറിയാവുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്നവർ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഫോട്ടോ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ വരും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും. അപ്പം ആ ഒരു ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമുക്ക് ലൈറ്റ് റൂമിനകത്ത് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്ത് വെച്ചൊന്ന് ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഞാൻ ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ക്രോപ്പ് ചെയ്തു. ഓക്കെ, ക്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റും അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും, അതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എക്സ്പോഷറും ഒക്കെ കോൺട്രാസ്റ്റും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ആ ഒരു നീല ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ആ സ്കൈ ഒന്ന് ബ്ലൂ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫോട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം മേൽവശം ഒന്ന് വൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് ബ്ലെൻഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ അതെല്ലാം സൈഡെല്ലാം ഒന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഷെയർ ചെയ്യുകയാണ്. ഇനി അടുത്തത് പിക്സാർട്ടിലോട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കളി മൊത്തം പിക്സാർട്ടിലാണ്. ഓക്കെ, നമ്മൾ പിക്സാർട്ടിൽ നമ്മുടെ പടം ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ നമ്മൾ ഗൂഗിൾ എടുക്കുക. അത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ബ്രൗസർ വരും. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ ബ്രൗസറിൽ ചെന്നിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു. വീണ്ടും നമ്മൾ പിക്സാർട്ടിലോട്ട് വന്നു, ആഡ് ഇമേജ് കൊടുക്കുന്നു. ജസ്റ്റ് ആ ഗൂഗിൾ ഒന്ന് ആഡ് ചെയ്യുന്നു, ക്രോപ്പ് ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമുള്ളത് മതി. ഓക്കെ, ക്രോപ്പ് ചെയ്തെടുത്തിട്ട് സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് കിടക്കുന്നു. എല്ലാം ഒന്ന് മാറ്റി നോക്കുക. ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഏതാണ് പെർഫെക്റ്റ് നോക്കുക. അപ്പോൾ ഡാർക്ക് ആണ് നമുക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയത്. ഓക്കെ, നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കോൺട്രാസ്റ്റും അല്ലെങ്കിൽ എമൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഗൂഗിളിൽ നിന്നുള്ള ആ ഒരു ചിഹ്നമൊക്കെ നല്ല രീതിയിൽ വരത്തുള്ളൂ. ഓക്കെ, ഒത്തിരി കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ മേഘത്തിനകത്തും കൂടെയൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. ഓക്കെ, സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ ഫോട്ടോ ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു ഫോട്ടോ കൂടി ചെയ്ത് നോക്കാം. ഇതേ മോഡലിൽ തന്നെ വേറൊരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ചിലപ്പം ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടോ അതിൻ്റെ ഒരു സെറ്റിങ്സ് ടൂൾസ് എടുക്കുക. കണ്ടോ അതിൻ്റെ ഒരു സെറ്റിങ്സ് സ്ക്രീൻഷോട്ടിങ് എടുക്കുക. നൈസായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുന്നു. വീണ്ടും നമ്മൾ പിക്സാർട്ടിലോട്ട് തന്നെ വരുന്നു, ആഡ് ഇമേജ് കൊടുക്കുന്നു. കണ്ടോ, ക്രോപ്പ് ചെയ്തെടുക്കുന്നു. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സെറ്റിങ്സ് വെച്ചുള്ള ഫോട്ടോ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതും കൂടി ഒന്ന് ഇതിനകത്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ബ്ലെൻഡ് ചെയ്യുന്നു നമ്മൾ. കണ്ടോ, ബ്ലെൻഡ് ചെയ്തപ്പം ഫുള്ളായിട്ട് പോയി കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ 2 ഫോട്ടോയാണ് നിങ്ങൾക്ക് ഒറ്റ വീഡിയോയ്ക്കകത്ത് കൂടി പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, പൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെന്തുവായിരുന്നു ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോട്ടൊന്ന് ടാഗ് ചെയ്തേക്കുക.
അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും